എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങളും അതിന് ശ്രീലകം വേണുഗോപാൽ സാർ രചിച്ച തർജ്ജമയും ആണിന്ന് നോക്കുന്നത്. ശ്രീലകം സാറിൻ്റെ തർജ്ജമയാണ് എന്ന് ഞാൻ ആദ്യം ആമുഖം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാത്തത്. സാറിൻ്റെയാണ് അതിമനോഹരങ്ങളായ ഈ തർജ്ജമ ശ്ലോകങ്ങളെല്ലാം. ശ്ലോകം നോക്കാം. 38ാമത്തെ ശ്ലോകമാണ് ഇത്. വസന്തതിലകം വൃത്തത്തിലാണ്. യാവന്നമേ നരദശാദശമീദൃശോപി രന്ധ്രാദുദേതി തിമിരീകൃത സർവഭാവാ ലാവണ്യകേളിഭവനം തവ താവദേതു ലക്ഷ്മ്യാ സമുൽക്വണിതവേണുമുഖേന്ദുബിംബം. 10ാമതാം ദശയിൽ മർത്യനിരിട്ടു കണ്ണിലൊട്ടാകേറുമൊരു നാളിവനെത്തുവോളം സൗന്ദര്യകേളി വിളയാടിടുമാ മുഖേന്ദു വേണോനിനാദസഹിതം ഹൃദി കാണവേണം. എപ്പോഴാണോ എനിക്ക് 10ാമത്തെ ദശയാകുന്ന മരണദശ, 10ാമത്തെ ദശയാണ് മരണദശ എന്നാണ് സാധാരണ 9 ദശകളെ നമുക്ക് നമ്മളുടെ ജീവിതകാലത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. അവസാനത്തെ ദശയാണ് മരണദശ. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ ഓരോ ദശാസന്ധികൾ അതുപോലെ ദശാപഹാരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ജ്യോതിശാസ്ത്രപ്രകാരം 9 ദശകളാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതകാലം. ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെ സൂര്യദശ, ചന്ദ്രദശ, കുജദശ, രാഹുദശ, അതുപോലെ വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ ഇതൊക്കെയാണ് നവഗ്രഹങ്ങളുടെ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ദശകൾ വരുന്നത് എന്നാണ് പറയണത്. അതിൽ ഇതെല്ലാം ഇതിൻ്റെ നല്ലതും ചീത്തയും ആയിട്ടുള്ള അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞ് നമ്മൾ അവസാനം എത്തുന്ന ദശയാണ് മരണദശ. അതും ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു ദശയാണ്. അതിനൊന്നും ചെയ്യാനും പരിഹാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദശയാണ് അത്. ആ ഒരു ദശയിൽ നമ്മൾ ചെന്നടുക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ് ഇല്ലാതെയാവും. അതുപോലെ കേൾവി ശക്തി ഇല്ലാതെയാവും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവില്ല. അതുപോലെ അതിന് ഇനി മനസ്സിലായാൽ തന്നെ മനസ്സിലാവില്ല. മനസ്സിലായാലും എന്തെങ്കിലും പറഞ്ഞു എന്ന് തോന്നിയാൽ തന്നെ അതിന് മറുപടി പറയാനും നമുക്ക് ശക്തി ഉണ്ടാവില്ല. സംസാരശേഷി നശിക്കും. ആ സമയത്ത് നമുക്ക് ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണാനോ, ഇനി ഭഗവാൻ വേണുനാദം പൊഴിച്ചുണ്ടെങ്കിൽ അത് ശ്രവിക്കാനുള്ള ശക്തി നമ്മുടെ ഉണ്ടായിന്ന് വരില്ല. ആ മരണദശയിൽ അത്രയും ദയനീയമായ ആ മരണവേദനയിൽ ഉള്ള ആ അവസ്ഥയിലും ലാവണ്യത്തിൻ്റെ വിളനിലമായ വേണുനാദം കൊണ്ട് മുഖരിതമായ അവിടുത്തെ മുഖേന്ദു എൻ്റെ മനസ്സിൽ തെളിയുമാറാകണേ എന്നാണ് സ്വാമിയാരുടെ ഈ ശ്ലോകത്തിലുള്ള പ്രാർത്ഥന. ഇനി അങ്ങനെയുള്ള മരണസമയത്ത് ഭഗവാനെ എങ്ങനെയാണ് കാണുന്നത് എന്ന് സങ്കല്പിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നോക്കാം. ആലോലലോചന വിലോകിത കേളിധാരാ നീരാജിതാഗ്രസരണേ കരുണാംബുരാശേ ആർദ്രാണി വേണുനിനദൈ പ്രതിനാദപൂരൈരാകർണയാമി മണിനൂപുരശിഞ്ചിതാനി. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ആ സമയത്ത് മരണസമയത്ത് ഭഗവാൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്ന് സ്വാമിയാർ സങ്കല്പിക്കുകയാണ്.
കാരുണ്യക്കടലായ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ അടുത്തേക്ക്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ശക്തിയില്ല, നമ്മുടെ ദേഹം അവശ്യ നിലയിലാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെ തേടി നമ്മുടെ അടുത്തേക്ക് വരും എന്നാണ് സ്വാമിയാർ പറയണത്. കാരുണ്യക്കടലായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ തേടി എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അതിമധുരമായ ഓടക്കുഴൽനാദം പൊഴിച്ചുകൊണ്ടായിരിക്കും വരിക. അതുപോലെ കാലിലെ നടന്നിങ്ങനെ വരുമ്പോൾ കാലിൽ അകലേന്ന് കാലിലെ തളയുടെ കിലുക്കം കുറേശ്ശെ ഇങ്ങനെ കേൾക്കും. അതിങ്ങനെ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വരുന്തോറും ആ കാൽത്തളയുടെ കിലുക്കം നമുക്ക് വ്യക്തമായി ഇങ്ങനെ കേൾക്കുമാറാകും. അടുത്തേക്ക് വരുന്തോറും കാൽത്തളയുടെ കിലുക്കം കൂടുതൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. പിന്നെ വേണുനാദവും അതിൻ്റെ പ്രതിധ്വനിയും തളയുടെ കിലുക്കവും എല്ലാം കൂടി ചേർന്ന് എന്താ പറയുക, അതുപോലെ മധുരതരമായ ഒരു ശബ്ദം ഇപ്പം തന്നെ എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട് എന്നാണ് സ്വാമിയാർ പറയണത്. അങ്ങനെ സ്വാമിയാർ ഭാവന ചെയ്യാണ് ആ മരണസമയം, നമ്മൾ മരണം അടുത്ത ആ ദശയിൽ കിടക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരിക. അതൊക്കെ നമുക്കും സങ്കല്പിക്കാം. അങ്ങനെ ഒരു ദശ നമുക്കും എല്ലാവർക്കും ഉണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സങ്കല്പിക്കണത് കുറച്ച് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും മരണം എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. ആ പേടി ഒന്ന് മാറാൻ ഇതിങ്ങനെ ഒന്ന് സങ്കല്പിക്കണത് നല്ലതാണ്. നമ്മളിങ്ങനെ മരണദശയിലെത്തി നിൽക്കണു, ഭഗവാൻ നമ്മളെ തേടി ഓടക്കുഴൽ വിളിച്ച് കാലിലെ തളയുടെ ശബ്ദവും ഒക്കെ പൊഴിച്ചുകൊണ്ട് വേണുനാദവും എല്ലാം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് ഭഗവാനിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് കാരുണ്യത്തോടെ നമ്മളെ നോക്കിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അങ്ങനെ സന്തോഷത്തോടെ കൈ നീട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്ത് രസമാണ് അല്ലേ? അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നമുക്ക് മരണത്തെ ഒരു പേടിയില്ലാതെ ആവും. അങ്ങനെ നടന്നു വരുമ്പോൾ ഭഗവാന്റെ കരുണാർദ്രമായ കടാക്ഷങ്ങളെ പറ്റിയൊക്കെ സ്വാമിയാർ സങ്കല്പിക്കുകയാണ്. അങ്ങനെ നമുക്കും ആ സങ്കല്പങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് സങ്കല്പിക്കാം അല്ലേ? അതാണ് നല്ലത്. അതുപോലെ ഇനി അടുത്ത ശ്ലോകം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാന്റെ പല പല ഗുണങ്ങളുണ്ട് ഭഗവാന്. അതെല്ലാം പ്രകാശിപ്പിക്കുന്ന 9 തിരുനാമങ്ങളാണ് ഈ അടുത്ത ശ്ലോകത്തിലുള്ളത്. അത് ചൊല്ലാം. ഈ ശ്ലോകത്തിൻ്റെ തർജ്ജമ ചൊല്ലിയില്ല, സോറി, അത് ചൊല്ലാം. ഗോപീജനങ്ങളുടെ ചഞ്ചലമായ കൺകൾ നീരാജനങ്ങളൊഴിയും കരുണാംബുരാശേ ഓടക്കുഴൽ നിനദമൊത്തനുനാദമായി നിൻ പാദനൂപുരതരംഗമിവൻ ശ്രവിപ്പൂ. അതാണ് പറഞ്ഞത്. ഓടക്കുഴലിൻ്റെ നാദവും അതിൻ്റെ പ്രതിധ്വനിയും കാലിലെ തളകളുടെ കിലുക്കവും എല്ലാം കൂടി ചേർന്ന് അതിമധുരമായിട്ടുള്ള ഒരു ശബ്ദം ഞാൻ ഇപ്പോൾ തന്നെ കേൾക്കണു എന്നാണ് സ്വാമിയാർ പറയണത്. സാറിൻ്റെ തർജ്ജമയിൽ ആ അർത്ഥം നല്ല വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഹേ ദേവ ഹേ ദയിത ഹേ ജഗദേകബന്ധോ ഹേ കൃഷ്ണ ഹേ ചപല ഹേ കരുണൈകസിന്ധോ ഹേ നാഥ ഹേ രമണ ഹേ നയനാഭിരാമ ഹാ ഹാ കദാനു ഭവിതാസി പദം ദൃശോർമേ. ഹേ ദേവ ഹേ പ്രിയത ഹേ ജഗദേകനാഥ ഹേ കൃഷ്ണ ഹേ വരദ ഹേ കരുണാർദ്രചിത്ത ഹേ നാഥ ഹേ സുഭഗ ഹേ നയനാഭിരാമ നീ എന്നെനിക്കു വരദർശന പുണ്യമേകും. ഭഗവാന്റെ 9 ഗുണങ്ങൾ ഉള്ള പേരുകളാണിപ്പോൾ സ്വാമിയാരിവിടെ ചൊല്ലി വിളിച്ചത്. എന്തൊക്കെ ഗുണങ്ങളാണ് ഓരോ നാമത്തിനും ഉള്ളത് എന്ന് നോക്കാം.
ദേവൻ, ഹേ ദേവ എന്ന് പറഞ്ഞാൽ ലോകങ്ങളെയൊക്കെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് അങ്ങനെ കളിച്ചിരിക്കുന്നവൻ. ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ, ആ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതിനെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു. മഹാവിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, അതുപോലെ ഗണപതി, സരസ്വതി, എല്ലാം ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ ഹേ ദേവ എന്ന് വിളിച്ചപ്പോൾ ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് ക്രീഡിക്കുന്ന ഭഗവാൻ. ഹേ ദയിത എന്ന് പറയുമ്പോൾ അഭീഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദാനം ചെയ്യുന്നവൻ, നമുക്ക് ഇഷ്ടമുള്ളത് എല്ലാം തരുന്നത്. നമുക്കുള്ളതെല്ലാം ഭഗവാന്റെയാണ്, ഭഗവാൻ തന്നതാണ് നമുക്കുള്ളതെല്ലാം. ഇനി ജഗദേകബന്ധോ സകല ലോകത്തിനും ബന്ധുവായിട്ട് ഈ ഒരു ഭഗവാനേ ഉള്ളൂ. അതാണ് ജഗത് ഏകബന്ധോ, ജഗത്തിന് മുഴുവനും ആധാരമായിട്ടുള്ള ബന്ധു. നമുക്ക് ബന്ധുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരൊറ്റ ബന്ധു ഭഗവാനാണ്. അതുപോലെ ലോകത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല, സകല ചരാചരങ്ങൾ, ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ജീവന്മാർക്കും ഉള്ള ബന്ധു ഭഗവാനാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവൻ. ചപലൻ എന്ന് പറഞ്ഞാൽ വേഗതയുള്ളവൻ, വേഗമുള്ളവൻ എന്നാണ്. വേഗത എന്ന പ്രയോഗം തെറ്റാണ് എന്നാണ് പറയണത് വൈയാകരണന്മാർ. വേഗമുള്ളവൻ എന്നാണ് ചപലൻ എന്ന് നമ്മൾ സാധാരണ ചപലത എന്ന് പറയുന്ന, ചപലൻ, ചാപല്യം എന്ന് പറയുന്ന അർത്ഥമല്ല, ഇവിടെ വേഗം എന്നാണ് അർത്ഥം. കരുണൈക സിന്ധു എന്ന് പറഞ്ഞാൽ ദയയുടെ മഹാസമുദ്രം. സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം. കരുണൈക സിന്ധു എന്ന് പറഞ്ഞാൽ കരുണാസമുദ്രം. അത്രയേറെ കാരുണ്യമാണ് ഭഗവാന് ജീവികളോട്. അല്ലെങ്കിൽ സൃഷ്ടിച്ച ഭഗവാനാണല്ലോ സൃഷ്ടിച്ചേ. അവൻ സ്വന്തം മക്കളോട്, അമ്മയ്ക്ക് തോന്നുന്ന കാരുണ്യമാണ് ഭഗവാന് നമ്മളോട് തോന്നുക. അതാണ് കാരുണ്യ സിന്ധു എന്ന് പറയുമ്പോൾ. അതുപോലെ നാഥൻ, ഹേ നാഥ എന്ന് പറയുമ്പോൾ ഐശ്വര്യമുള്ളവൻ നാഥൻ. രമണൻ എന്ന് പറഞ്ഞാൽ സുഖിപ്പിക്കുന്നവൻ, സുഖം തരുന്നവൻ, സുഖിപ്പിക്കുന്നവൻ. നയനാഭിരാമൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് കാണുമ്പോൾ കണ്ണുകൾക്കൊരു സുഖം, നല്ല മനോഹരമായ ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്ത് സാധനമായാലും കണ്ടാൽ നമുക്ക് കണ്ണിനൊരു സുഖം തോന്നില്ലേ? അങ്ങനെ ഭഗവാനെ കണ്ടാൽ കണ്ണിനൊരു സുഖം, കണ്ണിനൊരു കുളിർമ, അതൊക്കെ അങ്ങനെയെല്ലാമുള്ള ഈ ഭഗവാൻ. ഹേ കൃഷ്ണ കഥാനുമേ ദൃശോ പദം ഭവിതാസി എന്നാണ് സ്വാമിയാരുടെ ചോദ്യം. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ഇന്ദിരുവടി എപ്പോഴാണ് എൻ്റെ കണ്ണുകൾക്ക് കാണുമാറാവുക എന്നാണ് ഈ ശ്ലോകത്തിലുള്ള സ്വാമിയാരുടെ ഭഗവാനോടുള്ള ചോദ്യം. കാണാനങ്ങനെ കണ്ണുകൾക്ക് ഒരിഷ്ടമുള്ള ഒരാളെ നമ്മൾക്ക് ഒരുപാട് നാളായി പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, കാണണില്ല. അപ്പോൾ നമ്മുടെ ആ മനസ്സിൻ്റെ മോഹം, കണ്ണുകൾക്ക് അതിയായ ദാഹം എല്ലാം ഉണ്ടാവും. നമ്മൾ ആ ഒരാളെ തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അല്ലേ? അത് തന്നെയാണ് ഈ സ്വാമിയാരുടെ ഒരു അവസ്ഥ. ഈ ശ്ലോകങ്ങളിലെല്ലാം അതാണ് കാണുന്നത്. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.